പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അപ്പോൾ അവിടെ ഉണങ്ങിയ പുല്ലുണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും, പ്ലാസ്റ്റിക് ഉണ്ടാവും. അതിന്റെ മുകളിൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ അവിടെ കിടക്കുകയാണെങ്കിൽ നമ്മളതിന്റെ മുകളിൽ കൂടെ വണ്ടികൾ കയറ്റും. ആ സൈലൻസർ ചിലപ്പോൾ 600 ഡിഗ്രി 700 ചൂടായിക്കല്ല 300 ഡിഗ്രി ചൂടായിക്കട്ടെ, ഒരു പേപ്പർ അതിൻ്റെ കൂടെ തൊട്ടാൽ മതി, ഒരു ഫ്രെയിം വേണ്ട. ആ ചൂടായ സാധനത്തിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ പുല്ല് എന്തെങ്കിലും തട്ടിയാൽ മതി. പിന്നെ കത്തുന്നതാണ് സ്വന്തം കത്തിപ്പോകും. മനസ്സിലായി? ആ പാർക്കിങ്ങിന് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കുക, എവിടെയും കൂടി പാർക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയോ ദൂരൊക്കെ 400-500 കിലോമീറ്റർ ഓടിച്ച വണ്ടി കൂടി എവിടെ പാർക്ക് ചെയ്യുമ്പോൾ സ്വന്തം കത്തിക്കണം. കാരണം എന്താണ്, സൈലൻസറിന് പോയി തട്ടുക. തട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, ഫ്ലെയിം വേണ്ട, പിന്നെ സ്വന്തം ഉണ്ടാവും, തീ ഉണ്ടാവും. ചില സാധനത്തിനൊക്കെ നമുക്ക് ഇന്ന ഡിഗ്രിയിൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ തീ കൊടുക്കണ്ട, ഒരു പാത്രം ചൂടാക്കിയാൽ സ്വന്തം കത്തും. ആ ടെമ്പറേച്ചറിൽ അത് എത്തിക്കഴിഞ്ഞാൽ അത് കത്തും. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഒരു 2-3 അപകടങ്ങൾ സാധിക്കും. അത് നിങ്ങൾ എങ്ങനെ മറികടത്താമെന്നുള്ള കാര്യങ്ങളാണ് ബേസിക്കായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇതിൽ ഞങ്ങൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ്സുകളിൽ ഞങ്ങൾ ദുരന്ത നിവാരണം അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ സാധാരണ പറയാം. അപ്പോൾ ദുരന്ത നിവാരണത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് പറയും. മെയിനായിട്ട്